പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകമായി നേരുകയാണ് കേട്ടോ. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ നടുവിൽ ഈശോയുടെ തിരുഹൃദയമായിരിക്കും. എന്താ സൂചിപ്പിക്കുന്നത്? യഥാർത്ഥ സമാധാനം, യഥാർത്ഥ ശാന്തി അത് ഈശോയുടെ തിരുഹൃദയത്തിന് മാത്രമേ നൽകാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും തിരുഹൃദയ പ്രതിഷ്ഠ, കുടുംബ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് തിരുഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. തിരുഹൃദയൻ്റെ എല്ലാ ശാന്തിയും സമാധാനവും ഇന്ന് നിങ്ങൾ നന്നായിട്ട് കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ആരെങ്കിലും പലവിധ കാരണങ്ങളാൽ ബലിയർപ്പിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇനിയിപ്പോൾ തൃശ്ശൂർ പുത്തമ്പള്ളിയെ പോയിട്ട് കുർബാന കാണണമെങ്കിൽ അങ്ങനെ അത്രയും റിസ്ക് എടുത്താണെങ്കിലും നമ്മൾ ഈവനിങ്ങിൽ എന്തായാലും കുർബാന കണ്ട് ഈശോയെ സ്വീകരിക്കണം, നന്നായിട്ട് കുമ്പസാരിക്കണം. കാരണം ഇതൊക്കെ വളരെ അസുലഭമായ അവസരങ്ങളാണ്. അതുപോലെ തന്നെ നാളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ, തിരുഹൃദയം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വിമല ഹൃദയം. ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുഹൃദയത്തിൽ ഈശോയിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജ്ഞാനം 7:8 വചനം പറയാണ്, ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. ആരാ വിലമതിച്ചു? ജ്ഞാനത്തെ വിലമതിച്ചു. എന്നിട്ട് പറയാണ്, അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരമെന്ന് ഞാൻ കണക്കാക്കി. അതായത് ജ്ഞാനം, ദൈവീക ജ്ഞാനത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ ധനമായിക്കൊള്ളട്ടെ, സ്ഥാനമായി, ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ അല്ലേ സഹോദരങ്ങളെ, കോalition ഗവൺമെൻറ്, ലോകം നമുക്ക് ഒരു ചവറാണെന്ന് നമുക്ക് തോന്നും ശരിക്കും. അതായത് അരാഷ്ട്രീയവാദമൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത് ഇവിടെ. അതായത് ലോകത്രേ ഉള്ളൂ സഹോദരങ്ങളെ, ലോകത്തിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, പണം, സമ്പത്ത്, പിന്നെ സ്ഥാനമാനങ്ങൾ, സ്വാധീനങ്ങൾ, പക്ഷെ ഇതൊന്നുമല്ല സഹോദരങ്ങൾ. യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അഭിഷേകമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ലോകപ്രകാരമുള്ള അറിവും സമ്പത്തും മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ, ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ മേരിമാത സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വയസ്സായ ഒരു അപ്പച്ചന്മാരുടെ സ്ഥലം ആ സെമിനാരിൻ്റെ അടുത്തുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അപ്പച്ചൻ വളരെ നല്ല പണ്ഡിതനായൊരു മനുഷ്യനാണ്, മക്കളൊക്കെ നന്നായിട്ട് വളർത്തി. ആ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിൽ ഉന്നതി പ്രാപിക്കാനായിട്ട് ഞാൻ എൻ്റെ മക്കളെ പരിശീലിപ്പിച്ചു. അവരെല്ലാവരും വലിയ നിലയിലാണ് അച്ഛാ. ഒരു മകൻ ഇന്ത്യയിൽ തന്നെ അവന് എനിക്ക് 1.25 ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളം ഇന്ത്യയിലുണ്ട്, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ടോപ്പ് പൊസിഷനാണ് അവൻ. അതുപോലെ തന്നെ വേറൊരു 2 പിള്ളേർ പുറത്ത് US-ലും കാനഡയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ അവർ ഈ അപ്പച്ചൻ പറയുമായിരുന്നു, പക്ഷേ ഈശോയെ കൊടുക്കാനും ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിലും ഞാൻ നിസ്സീമമായി പരാജയപ്പെട്ടു. എൻ്റെ ജീവിതം അത് നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതം പോയി എന്ന് വളരെ വേദനയോടുകൂടി ഒരപ്പച്ചൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവിക ജ്ഞാനത്തിൽ ഞാൻ വളരുന്നില്ലെങ്കിൽ, എൻ്റെ കുടുംബത്തെ വളരാൻ പരിശീലിപ്പിക്കുന്നില്ലെങ്കിൽ, വേറെ എന്തൊക്കെ കിട്ടിയാലും അതൊക്കെ നമുക്ക് ആനന്ദത്തിന് കാരണമാകില്ല. അതുകൊണ്ട് ഈ ഒരു അഭിഷേകം, ഭജനല്ലേ പറയുന്നത്, ചെങ്കോലിൽ എന്ന് പറഞ്ഞാൽ അധികാരം, ചെങ്കോലിലും സിംഹാസനത്തിലും അധികം ജ്ഞാനത്തെ, അവളെന്ന് പറഞ്ഞ ജ്ഞാനത്തെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരം എന്ന് ഞാൻ കണക്കാക്കി. കർത്താവേ, ഇതൊരു അഭിഷേകമാണ്. ഇതൊരു അഭിഷേകമാണ്. ഈ അഭിഷേകം കിട്ടാതെ ഇത് മനസ്സിലാവില്ല. കർത്താവേ, ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.